ദേശീയപാതയിൽ പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളൽ സ്ഥലം സന്ദർശിച്ച് MLA KP നൌഷാദ് അലി. ആശങ്കകൾക്ക് പരിഹാരം ഉടൻ കാണാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത 66 പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിലും സർവീസ് റോഡിന്റെ വശത്തും രൂപപ്പെട്ട വിള്ളലിൽ സുരക്ഷാ പരിശോധന നടത്തുമെന്ന് ദേശീയപാത അധികൃതർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന വിള്ളലാണെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചു. ചമ്രോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിലും അതിന്റെ അരികുഭിത്തിയിലും സർവീസ് റോഡിലും വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് KP നൌഷാദ് അലി MLA സ്ഥലം സന്ദർശിച്ച് ആശങ്കകൾക്ക് ഉടൻ പരിഹാരം കാണാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. റോഡിലെ വിള്ളൽ ചില ഭാഗങ്ങളിൽ ടാർ ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട്. പാലത്തിനടിയിലൂടെ മഴവെള്ളം ഒലിച്ചു പോകുന്നതിന് നിർമ്മിച്ച കാന ഇളകിയ നിലയിലാണ്. ഇത് പൂർണ്ണമായി അടച്ച് മറ്റൊരു ഭാഗത്തേക്ക് സ്ഥാപിക്കാനുള്ള ജോലി പുരോഗമിക്കുകയാണ്. സർവീസ് റോഡിന്റെ വശത്തുള്ള ഭിത്തിയിൽ കല്ലുകൾ പലയിടത്തും പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടലല്ലെന്നും നിർമ്മാണത്തിന്റെ ഭാഗമാണെന്നുമാണ് കരാർ കമ്പനിയുടെ അവകാശവാദം. എന്നാൽ ഒരു വശത്തെ സർവീസ് റോഡിനോട് ചേർന്ന ഭിത്തിയിൽ മാത്രമാണ് വിള്ളൽ കാണുന്നത്. സർവീസ് റോഡിനായി മണ്ണിട്ടുയർത്തിയ ഭാഗത്തെ ഭിത്തിയിലാണ് വിള്ളൽ. ഇത് തീർത്തും ശുഭകരമല്ലാത്ത സൂചനകളാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഈ റോഡിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റിട്ടൈനിങ് ആയിട്ടുള്ള ഈ സപ്പോർട്ടിങ് ഈ വാളിൽ ആ വിള്ളൽ പ്രകടമായിട്ടുണ്ട്. അത് ഇവിടെ നിന്നുള്ള വിള്ളലിൻ്റെ എക്സ്റ്റൻഷനാണ്. അത് താഴേക്ക് ആ കലുങ്കിലുണ്ട്. അതിൻ്റെ റീറ്റൈനിങ് വലിയ വാളായ മതിലുകളിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ച് ആളുകളുടെ ജീവനും സ്വത്തും വെച്ച് പന്താടാൻ പാടില്ല. ഇത് കൃത്യമായി അഭിസംബോധന ചെയ്യുകയും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴിച്ചുപണികളോ അറ്റകുറ്റപ്പണികളോ ഗൗരവതരമായിട്ട് വേണമെങ്കിൽ അത് ഉടനടി നടപ്പിലാക്കുകയും വേണം. അതിന് NHAയോട് നമ്മൾ അഭ്യർത്ഥിക്കും. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ പരിഗണിച്ച് ഇതിന് വേണ്ട നടപടി സുരക്ഷാ പരിശോധന തീർച്ചയായിട്ടും. കാരണം ഇത് ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചാൽ അത് വാർത്ത വന്ന് വിവാദമായി അതൊരു നാണക്കേടൊക്കെ ആണല്ലോ എന്ന് കരുതിയിട്ടുള്ള ഒരു ഒളിച്ചുകളി പാടില്ല. മറിച്ച് ഇങ്ങനൊരു അബദ്ധം സ്വാഭാവികമായിട്ടൊരു വർക്കിൽ പറ്റിയെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് ചെയ്യാം. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.